കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പോർക്ക് കറി വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ഇങ്ങനെ വെക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ആരും മടിക്കരുതേ. അപ്പം നമുക്ക് നല്ല നാടൻ പോർക്ക് കറി വേഗത്തിൽ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ആ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പോർക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സവോളയാണ്. 2 സവോള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വേണം, രണ്ടും കൂടി 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കടുകാണ്. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളുടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് ചേർക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല വേണം. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മളുടെ പെപ്പർ. കുരുമുളക് നന്നായിട്ട് നല്ല ടേസ്റ്റ് തരും നമ്മളുടെ പോർക്ക് റോസ്റ്റിന്. അപ്പോൾ ആ കുരുമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് ഞാൻ പൊടിക്കാത്ത കുരുമുളകാണ് എടുത്ത് പിന്നീട് നമുക്ക് പൊടിച്ച് ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മാത്രം വെള്ളവും, 1 കപ്പ് വെള്ളവും കൂടി വേണം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വേഗത്തിൽ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കുറച്ച് മതി. ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചിലവർ ചേർക്കാറില്ല, ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കടുക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്ത് ചേർത്ത് കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നമുക്ക് എളുപ്പത്തിലൊന്ന് വഴറ്റാൻ വേണ്ടി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള എളുപ്പത്തിൽ വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ സവാള ഒന്ന് വാടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പൊടിച്ച് ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ പെപ്പറും സവാളയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തീയെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് നമ്മളുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മൾ എടുക്കുന്ന പോർക്കിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കുന്ന അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. തീയെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഈ അരപ്പ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം.
പോർക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളുടെ വീടുകളിലൊക്കെ കുട്ടിക്കാലത്ത് ഇതിനെ വളർത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മേടിക്കുന്ന ഇറച്ചിനേക്കാളും നല്ലൊരു രുചിയായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ കുരുമുളകിൻ്റെയും ഈ നല്ലൊരു ടേസ്റ്റ് വരും നമ്മളുടെ പോർക്ക് കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പം നല്ല കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോർക്ക് കറി നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് തികഞ്ഞില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പോർക്ക് നികപ്പയാണ് നമ്മൾക്ക് വെള്ളം നിൽക്കേണ്ടത്. അതാണ് നമ്മളുടെ വെള്ളത്തിൻ്റെ അളവ്. അപ്പം പോർക്ക് വെന്ത് വരുമ്പോഴത്തേനും നല്ല പാകത്തിനായിക്കൊള്ളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ റെഡിയാക്കി നോക്കുക. കുരുമുളകൊക്കെ ഇട്ട് വാട്ടിയ നല്ല അടിപൊളി ഒരു പോർക്ക് കറിയാണ്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുത്തോളുക. ഇവിടെ നിറമൊക്കെ മാറി നല്ല കുറുകി ചാറൊക്കെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്ക് കറിയായിട്ട് വന്നിട്ടുണ്ട്. റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് റോസ്റ്റും റെഡിയാക്കി എടുക്കാം. റോസ്റ്റായിട്ട് വെക്കുന്നതായിരിക്കും പോർക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഈ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.